ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കൺഫ്യൂസിങ് ഫാക്ട്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ്. നമ്മൾ ഇന്ന് കൺഫ്യൂസിങ് ഫാക്ട്സിൽ നമുക്ക് ശിലകളുണ്ട് അല്ലെ. വേൾഡ് ജോഗ്രഫിയിൽ ഒരു ഭാഗമുണ്ട് ആഗ്നേയ ശില എന്താണ്, അവസാദ ശില എന്താണ്, കായാന്തരിത ശില എന്താണ് എന്നുള്ളത്. ആ മൂന്നിന് ചിലപ്പോൾ ഉദാഹരണങ്ങൾ തന്നിട്ട് ഇത് ഏത് ശിലാവിഭാഗത്തിൽ വരുന്നതാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് വേൾഡ് ജോഗ്രഫിയിൽ SCRT ബേസ് ചെയ്തിട്ട്, അതായത് +1 +2 കിടക്കുന്നത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൺഫ്യൂസിങ് ഫാക്ട്സ്, അതായത് ആ ഭാഗം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം, എഴുതാനായിട്ട് കഴിയണം അല്ലേ. അപ്പൊ ആ രീതിയിലാണ്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും താഴെ അഭിപ്രായം കൂടിയിട്ടൊന്ന് രേഖപ്പെടുത്തണേ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ശിലകൾ നമുക്ക് ആഗ്നേയ ശിലയുണ്ട്, അവസാദ ശിലയുണ്ട്, കായാന്തരിത ശിലയുണ്ട് അല്ലെ. 3 തരം ശിലകളാണ് ഉള്ളത്. അതിൽ നമുക്ക് ഒന്നാമത്തെയാണ് ഏത് പറയുന്നത്, ആഗ്നേയ ശില. അപ്പൊ ഒരു ആഗ്നേയ ശിലയെ കുറിച്ചിട്ട് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, എങ്ങനെയാണ് ഈ ആഗ്നേയ ശില രൂപം കൊള്ളുന്നത്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശിലകൾ. അപ്പൊ ആഗ്നേയ ശിലകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമ ഉപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് ആഗ്നേയ ശില. ഇനി ആഗ്നേയ ശിലകളുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്നു, പിതൃശില എന്നറിയപ്പെടുന്നത്, അടിസ്ഥാന ശില എന്നറിയപ്പെടുന്നത്, ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്, ആദിമശില എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ ആരുടെ വിശേഷണമാണ്? ആഗ്നേയ ശിലയുടെ വിശേഷണമാണ്. പ്രാഥമിക ശില, ആദിമശില, ശിലകളുടെ മാതാവ്, പിതൃശില, അടിസ്ഥാന ശില, ഇതൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ 3 തരം ശിലകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ശില ഏതാണ്? ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശിലകൾ തന്നെ 2 തരമുണ്ട്. ഒന്ന് ഏതാണ്? വോൾക്കാനിക് ശിലയും 2 പ്ലൂട്ടോണിക് ശിലയും. ആഗ്നേയ ശില തന്നെ 2 തരമുണ്ട്. ഒന്ന് ഏതാണ്? വോൾക്കാനിക് ശില, 2 പ്ലൂട്ടോണിക് ശില. ഇനി ഫോസിലുകൾ ഇല്ലാത്ത ശില, അതൊക്കെ പ്രീവിയസ് ആണ്. ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് ഏത്? ആഗ്നേയ ശില എന്ന് പറയുന്നത്. ഈ ആഗ്നേയ ശിലയില് ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയ ശില കേട്ടോ. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയ ശില. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആഗ്നേയ ശിലകളെ കുറിച്ച് മനസ്സിലായോ? ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഉയരുന്ന ഉരുകിയ ശിലാദ്രവം ഭൗമോപരിതലത്തിൽ വെച്ചോ ഭൂവൽക്കത്തിനുള്ളിൽ വെച്ചോ തണുത്തുറഞ്ഞ് രൂപപ്പെടുന്ന ശിലകളാണ് പ്രാഥമിക ശില, ആദിമശില, പിതൃശില, അടിസ്ഥാന ശില, ശിലകളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഭൂമിയിൽ ഏറ്റവും കൂടുതലുള്ള ശിലയും ആഗ്നേയ ശിലയാണ്. ആഗ്നേയ ശിലകൾ 2 തരമുണ്ട്, വോൾക്കാനിക്കും പ്ലൂട്ടോണിക്കും. ഫോസിലുകൾ ഇല്ലാത്ത ശിലയാണ് ആഗ്നേയ ശില. ലോഹ അയിരുകളുടെ മുഖ്യ ഉറവിടമാണ് ആഗ്നേയ ശില. ഇനി ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഒന്ന് ഗ്രാനൈറ്റ്, 2 ഡോളമൈറ്റ്, ലാക്കോലിറ്റ്സ്, എന്താണ് ലാക്കോലിറ്റ്സ്, പിന്നെ ബാത്തോലിറ്റ്സ്, ഡൈക്ക്, സിൽസ്, ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണമാണ്. ഇപ്പൊ നമ്മുടെ SCRT നമുക്ക് ഗ്രാനൈറ്റ് ഇത്രയൊക്കെ പറയുന്നുള്ളൂ, ഗ്രാനൈറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ഇതൊക്കെ +1 +2 ഏരിയയിൽ കിടക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ഈ ഉദാഹരണങ്ങള് ഗ്രാനൈറ്റ്, പിന്നെ ഇതാണ് ബസാൾട്ട് വരുന്നുണ്ട് അല്ലെ. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഒന്ന് നോട്ട് ചെയ്യണേ. ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളമൈറ്റ്, ലാക്കോലിറ്റ്സ്, ബാത്തോലിറ്റ്സ്, ഡൈക്ക്, സിൽസ്, ഇതൊക്കെ ആഗ്നേയ ശിലകൾക്ക് ഉദാഹരണം. ഇനി എന്താണ് അവസാദ ശിലകൾ എന്ന് പറയുന്ന ആഗ്നേയ ശിലകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി അവസാദ ശിലകൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? പ്രകൃതി ശക്തികളായിട്ടുള്ള കാറ്റ്, അതുപോലെ ഒഴുക്ക് വെള്ളം, ഹിമാനികള്, വേലിയേറ്റ തുറമുഖങ്ങൾ, തിരമാലകൾ എന്നിവയുടെ പ്രവർത്തന ഫലമായിട്ട് അല്ലെ ഇതിൽ നിന്നും വരുന്ന അവസാദങ്ങളെല്ലാം അടിഞ്ഞു കൂടിയിട്ടാണ് ഏത് രൂപം കൊള്ളുന്നത്? അവസാദ ശിലകൾ. നമ്മുടെ ഭൂവൽക്കത്തില് മൊത്തം ആകെ എത്രയാണ്? 7% മാത്രമാണ് ഇത് അവസാദ ശിലകൾ ഉള്ളത്. അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ് ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല്, അതുപോലെ ചുണ്ണാമ്പ് കല്ല്,
ചുണ്ണാമ്പുകല്ല്, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്. ഈ മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലുമാണ് നമുക്ക് SCERT-യിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT-യിൽ നോക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ SCERT-യിലാണ് കിടക്കുന്നത്. മണൽക്കല്ലും ചുണ്ണാമ്പുകല്ലും മാത്രമേ ഉള്ളൂ. ഈ ഷെയിൽ, കളിമണ്ണ് ഇതൊക്കെ എവിടെയാണ് വരുന്നത്? ഇതൊക്കെ നമ്മൾ ഹയർ സ്റ്റഡീസിലാണ് വരുന്നത്. ഷെയിൽ, കളിമണ്ണ്, മണൽക്കല്ല്, ചുണ്ണാമ്പുകല്ല്, കൽക്കരി, പവിഴ നിക്ഷേപങ്ങള്, ഓർഗാനിക് ലൈംസ്റ്റോൺ, ഉപ്പ്, പാറ, ജിപ്സം ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? അവസാദ ശിലകൾക്ക് ഉദാഹരണമാണ്. അവസാദ ശിലകളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഭാരവും കാഠിന്യവും കുറവായിട്ടുള്ള ശിലയാണ്. ഭാരവും കാഠിന്യവും എന്താണ്? കുറവായിട്ടുള്ള ശിലയാണ്. അതുപോലെ ജലകൃത ശിലകൾ എന്നും സ്തരിത ശിലകൾ എന്നും അടുക്ക് ശിലകൾ എന്നും ഒക്കെ അറിയപ്പെടുന്നത് അവസാദ ശിലയാണ്. ജലകൃത ശിലകൾ, സ്തരിത ശിലകൾ, അടുക്ക് ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത്, അതായത് പാളികളായിട്ടാണ് ഈ അവസാദ ശിലകൾ കാണപ്പെടുന്നത്. അതുകൊണ്ടാണ് പാളികളായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് അവ എന്ത് പറയുന്നത്? അടുക്ക് ശില എന്ന് അറിയപ്പെടുന്നത്. ജലകൃത ശില, സ്തരിത ശില എന്നൊക്കെ അറിയപ്പെടുന്നത് അവസാദ ശിലയാണ്. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദം. ചോദിക്കാറുണ്ട്, എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോസിലുകൾ കാണപ്പെടാത്തതാണെങ്കിൽ അത് ഏത് വരും? ആഗ്നേയ ശില വരും അല്ലെ? ആഗ്നേയ ശില വരും. കാണപ്പെടുന്നതാണെങ്കിൽ അവസാദ ശിലകൾ. ഇനി എന്താണ് കായാന്തരിത ശിലകൾ എന്ന് പറയുന്നത്? നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. എങ്ങനെയാണ്? നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. നമ്മുടെ കേരളത്തില് ഏറ്റവും കൂടുതൽ ഏത് ശിലയാണ് എന്ന് ചോദിച്ചാൽ അത് കായാന്തരിത ശിലയാണ്. നമ്മൾ കായല്ലേ, നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് അക്ഷരം കായല്ലേ, അതുകൊണ്ട് കായാന്തരിത ശില എന്ന് തന്നെ കൊടുക്കുക കേട്ടോ. കായാന്തരിത ശിലയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ. ഇനി കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? നൈസ്, മാർബിൾ, ക്വാർട്ട്സൈറ്റ്, ഷിസ്റ്റ്, സ്ലേറ്റ്, രത്നങ്ങൾ, വജ്രം, മരതകം ഇതൊക്കെ ഏതിന് ഉദാഹരണമാണ്? കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. അപ്പൊ കായാന്തരിത ശിലകളെ കുറിച്ച് എന്തൊക്കെയാ പഠിച്ചത്? നേരത്തെ ഉണ്ടായിരുന്ന ശിലകൾക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശിലകൾ രൂപം കൊള്ളുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയാണ് കായാന്തരിത ശില. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് നൈസ്, മാർബിൾ, ക്വാർട്ട്സൈറ്റ്, ഷിസ്റ്റ്, സ്ലേറ്റ്, രത്നങ്ങൾ, വജ്രം, മരതകം. ഓക്കെ ആയല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇതേപോലെ കൺഫ്യൂസിങ് ഫാക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യണം. നിങ്ങളുടെ പ്രോത്സാഹനവും അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ക്ലാസ്സുകൾ കൊണ്ടുപോകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ ക്ലാസ്സുകൾ അടുത്ത ജൂൺ മാസമൊക്കെ ആയി നന്നായിട്ട് പഠിച്ചു വരുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ ഒരുപാട് ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. എല്ലാം SCERT NCERT ബേസ് ചെയ്തിട്ടാണ് ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. പരമാവധി പ്രയോജനപ്പെടുത്തി അത് മാർക്കുകളാക്കിയിട്ട് മാറ്റാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.